ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതിനുള്ള ഡ്രസ്സ് എടുക്കലും അന്നത്തെ ദിവസത്തെ നോമ്പുതുറയും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നോമ്പുതുറ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫാമിലി ഇഫ്താർ കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. നല്ല പണിയുണ്ട്, വീട് മുഴുവൻ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ റഫീക്ക രാവിലെ തന്നെ ഞാൻ ഇത്രയും നേരത്തെ സാധാരണ എണീക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ റഫീക്ക എണീറ്റ ഉടനെ തന്നെ ഞാനും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫീക്ക ഇതാ കുറച്ച് കുരുമുളക് പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് രാവിലെ തന്നെ പറിച്ചാൽ അത് വെയിലത്തിടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറിക്കലാണ് കേട്ടോ. കുറേയൊക്കെ കിളികളൊക്കെ തിന്നു എന്നൊക്കെ റഫീക്ക് പറയുന്നുണ്ട്. പഴുത്തത് ഉണ്ടാവില്ല അതിൻ്റെ മുകളിൽ, അതൊക്കെ കിളികളൊക്കെ തിന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ നോമ്പുതുറ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറേ അധികം പണികളുണ്ട്. പിന്നെ എനിക്ക് ഇതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പോകുന്നുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ഇന്ന് തന്നെ എൻ്റെ വീട്ടിൽ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് പണികളൊക്കെ തീർക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു ഉഷാറ് കയറി വരുമല്ലോ, ഒരു എനർജി കയറി വരുമല്ലോ. അപ്പോൾ അതുള്ളതുകൊണ്ട് ഇന്നത്തെ പണികൾ വേഗം തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ മുറ്റത്തുനിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. മുറ്റമൊക്കെ മൊത്തം ഒന്ന് അടിച്ചു മാറ്റാം കേട്ടോ. എന്നിട്ട് പാത്രം കഴുകാനും കാര്യങ്ങളും ഒന്നുമില്ല. അത് റഫീഖാൻ്റെ പെങ്ങന്മാരും എല്ലാവരും കൂടെ കൂടിയിട്ട് രാത്രി തന്നെ ഞാൻ നോമ്പ് തുറന്ന് കഴിയുകയും അങ്ങനെ ടേബിളിൽ തന്നെ കൈ കഴുകിയിട്ട് അപ്പോഴത്തേക്കും തറാവി നമസ്കാരത്തിന് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തറാവിക്ക് നിസ്കാരത്തിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവർ ഫുള്ള് എന്താ പറയുക, ഫുൾ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി വെച്ചിട്ടാട്ടോ അവർ പോയത്. പിന്നെ ഞാൻ പാത്രം കഴുകുക അങ്ങനത്തെ പണികളൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. ഞാൻ മുന്നേത്തെ വീഡിയോയിലും പറയുന്നതാണ്, എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പണി. അത് ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അവർ ആരുണ്ടെങ്കിലും എത്ര ആളുണ്ടെങ്കിലും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക. പക്ഷേ പാത്രം കഴുകും കാര്യങ്ങളും എന്നെ അവർ തൊടിക്കലോട്ടില്ല കേട്ടോ. മരുമക്കളും അവർ എല്ലാവരും കൂടെ കൂടിയിട്ട് പാത്രം കഴുകിയിട്ട് ഫുൾ കംപ്ലീറ്റ് കഴുകിയിട്ട് കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ട സ്ഥലത്തേക്ക് എടുത്തു വെക്കണം. ആ ഒരു പണിയായിട്ടുള്ളത്. അതന്നെ ഒരുപാടുണ്ട്. ചെറിയൊരു കല്യാണത്തിനുള്ള പാത്രങ്ങൾ നമ്മൾ നോമ്പ് തുറക്കെടുത്ത് പുറത്തിടുമല്ലോ. കാര്യം ജ്യൂസ് ഐറ്റംസിനും പിന്നെ നമ്മൾ ഫലൂദ കഴിക്കാനും ഒക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും ഓരോരുത്തർക്കും 2ഉം 3ഉം ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ കഴുകി എടുക്കുമല്ലോ. അപ്പോൾ അത്രയും ഗ്ലാസ്സുകളും പ്ലേറ്റുകളും എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ട് പുറത്തിടും. അപ്പോൾ അത് മുഴുവൻ ഇപ്പോൾ കൗണ്ടർ ടോപ്പിലാണുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് എടുത്തു വെക്കാണ് കേട്ടോ. എല്ലാം കാര്യങ്ങളൊന്നും ഞാൻ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല. കാര്യം എല്ലാം വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്കിന്ന് ഒരുപാട് സമയം വൈകോട്ടെ. ഇന്ന് എവിടെയും പോകാനില്ലെങ്കിൽ പിന്നെ അതൊക്കെ ചെയ്തിട്ട് എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് പോകാനുള്ളത് കൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ തീരുമില്ല കേട്ടോ. അത്രയും ഉണ്ടായിന്. ഓരോരോ സ്ഥലത്തേക്ക് എടുത്ത് എല്ലാ പാത്രങ്ങളും എടുക്കുമല്ലോ. അപ്പോൾ ഓരോരോ സ്ഥലത്തേക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് എല്ലാം എടുത്തു വെച്ചു കേട്ടോ. കിച്ചൺ ഞാൻ നീറ്റാക്കിയിട്ടു, കംപ്ലീറ്റ് പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് എന്നിട്ടിപ്പോൾ ഇതാ മേലേന്ന് തുടങ്ങുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് അലക്കാനിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടേക്ക് ഒന്ന് പുതിയ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിക്കലാണ് കേട്ടോ. കാരണം കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് ഞാനത് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മാറ്റാമെന്ന് വിചാരിച്ച് ഞാൻ ബെഡ്ഷീറ്റ് ഓൾറെഡി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ആരും ഇവിടെ നിൽക്കുന്നുണ്ടായില്ല. എല്ലാവരും എക്സാം ഉണ്ട് കുട്ടികൾക്ക്, പിന്നെ റമദാനല്ലേ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും നിന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അന്നത്തെ ദിവസം തന്നെ രാത്രിയിൽ ഓരോരുത്തരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റൊന്നും ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി എല്ലാ റൂമത്തെ ബെഡും ഇവിടെ ഞാനിപ്പോൾ റൂമിലാണ് കാണിക്കുന്നത്. എല്ലാ റൂമത്തെ ബെഡും ഒക്കെ ഒന്ന് വിരിച്ച് ഒന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് മൊത്തം ഒന്ന് അടിക്കുക, തുടക്കുക, ഇതൊക്കെയാണ് കേട്ടോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ടേബിളിൻ്റെ മുകളിലുള്ള ഐറ്റംസൊക്കെ കിച്ചണിലായിട്ടുള്ളത് അതൊക്കെ ഒന്ന് ടേബിളൊക്കെ ഒന്ന് തുടച്ച് എല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് വെക്കണം. പിന്നെ നമ്മളെ ഇഫ്താർ വ്ളോഗിൽ ഉണ്ടാക്കിയ ആ ഒരു ബട്ടർഫ്ലൈ ചിക്കനും അതുപോലെ തന്നെ
വൈറ്റ് സോസ് സമൂസ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. റമദാൻ എന്താ പറയുക സ്നാക്സ് റെസിപ്പി, എന്താ പറയുക മേക്ക് ആൻഡ് ഫ്രീസ്, ആ ഒരു വീഡിയോ ഇല്ലേ, അതിൽ ഞാൻ ഒരു 3-4 ഐറ്റംസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഐറ്റമാണ് കേട്ടോ ആ ഒരു സമൂസ. അതുപോലെ തന്നെ ഷവർമ സമൂസ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു ചൈനീസ് സ്റ്റൈൽ സമൂസ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ പുതിയ വ്യൂസ് ആയിരിക്കും, അവർ കണ്ടു വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഞാനൊരു മൊജീറ്റോ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക ഇഫ്താർ പാർട്ടികളിലും അതുപോലെ തന്നെ നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ടും അല്ലെങ്കിൽ തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആട്ടോ. അപ്പോൾ അതൊരു ലെമൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൻറ്റ്, ഒരുപാട് വേണ്ട, ഒരു 2-3 ലീഫ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഞാൻ ഒഴിക്കുന്നത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷാണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ സ്ക്വാഷ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മാംഗോ, അതുപോലെ തന്നെ അനാറ്, നമ്മളെ പൈനാപ്പിള്, ഓറഞ്ച്, ഇതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഫ്രഷ് ജ്യൂസാണെങ്കിലും അതും യൂസ് ചെയ്യുക കേട്ടോ. അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് പൾപ്പ് ജ്യൂസ് എടുക്കുക. എന്നിട്ട് അത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ സ്ക്വാഷിൽ പഞ്ചസാര ഓൾറെഡി ഉണ്ടാവും, ബാക്കിയുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർത്ത് കൊടുക്കുക, കുറച്ചുകൂടെ ലെമൺ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ സോഡ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് 7up അങ്ങനത്തെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഹെൽത്തി വേസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ 7up ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാ വെള്ളം എടുത്താൽ മതി, ഞാൻ വീണ്ടും പറയുകയാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നൊന്നും അല്ല കേട്ടോ, ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേ ഉള്ളൂ. ഇത് ഈ ഒരു സമയത്ത് നല്ല രസമല്ലേ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ. അപ്പോൾ അത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് സ്പൂൺ ഇട്ടിട്ട് ഒരു ഫോർക്കോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്നിങ്ങനെ കൊത്തി കൊടുക്കുക കേട്ടോ. ആ ലെമണെന്നും ആ ഒരു മിൻറ്റെന്നും ആ ഒരു ഫ്ലേവർ അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഐസ് ക്യൂബ് അത് എത്ര വേണോ നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ അത്രയും ഇട്ട് കൊടുത്തോ. കുറച്ചുകൂടി വലിയ ഗ്ലാസ് ആയാലും ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. നമ്മൾ മൊജീറ്റോ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കപ്പ് പോലത്തെ അതൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. ഇനി ബാക്കി ഞാൻ 7up ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 7up സോഡയോ വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിച്ച് കൊടുത്തോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അടിപൊളി ലുക്കാട്ടോ കാണാൻ തന്നെ. ഇഫ്താർ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി മൊജീറ്റോയാണ്. ഏത് പൾപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏത് ജ്യൂസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്, കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാട്ടോ. തണുപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കിച്ചണിൽ ഇത് ഫുള്ള് ഐറ്റംസ് ചെയ്യുന്നു കേട്ടോ. പാത്രങ്ങളും കാര്യങ്ങളും കൊണ്ട് ഈ കിച്ചണിൽ കാണാൻ പറ്റില്ലായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് എടുത്തു വെച്ച് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം അടിച്ചു വാരി തുടച്ച് ക്ലീൻ ചെയ്ത് എൻ്റെ പണികളെല്ലാം ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വയനാട്ടിലുള്ള കൽപ്പറ്റയിലുള്ള സിന്ദൂറിലാട്ടോ വന്നിട്ടുള്ള സിന്ദൂർ ടെക്സ്റ്റൈൽസ്. പുതിയ വ്യൂസ് ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഡ്രസ്സ് അധികവും ഞാൻ എടുക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. വല്ലപ്പോഴേ വേറെ എവിടെന്നെങ്കിലും എടുക്കുള്ളൂ. ഫുൾ ഡ്രസ്സ് ഇവിടെ തന്നെയാണെന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഈദ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ ഞാൻ വ്ളോഗൊക്കെ എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ കുറച്ച് നേരത്തെ ഡ്രസ്സ് എടുക്കും കേട്ടോ. റമദാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എടുക്കും, അല്ലെങ്കിൽ ഫസ്റ്റിലേ വന്നിട്ട് വേഗം എടുക്കും. ആ ഒരു തിരക്കിലേക്ക് ഞാൻ വരലേ ഇല്ല. പക്ഷെ ഇപ്പോൾ വീഡിയോയും എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് വൈകിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്ക് വെച്ചാൽ നല്ല തിരക്കായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കലാണ് കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല റേറ്റിലും വന്നിട്ടുണ്ട്, റേറ്റ് കുറഞ്ഞതും എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ട് കളക്ഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തിരക്കും നല്ലോണം ഉണ്ട് കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ബില്ലിങ്ങിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ എടുക്കുന്ന ദിവസം. ഇത് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ കേട്ടോ. ചിലർക്ക് കോട്ടണൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നല്ലൊരു എന്താ പറയുക ഒരു ഈദ് വൈബിലേക്ക് വന്നിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അതായത് റമദാൻ ഈദിന് ഇടാനായിട്ട് കുറച്ച് ഹെവി ഡ്രസ്സ് ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാക്കാതെ കുറച്ച് ഹെവി ഡ്രസ്സ് എടുക്കുന്നത് ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഈദിന് അങ്ങനെ ഒരു സിമ്പിളാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട്, എന്നാലും ഹെവി ഡ്രസ്സ് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. സാധാ സിമ്പിളായിട്ട് ചുരിദാർ ഇടുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ 2 കളർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതാ ബാക്കിൽ കാണിക്കുന്ന ആ ഒരു
പിങ്ക്, ഒരു പിങ്ക് പീച്ച് എന്നൊക്കെ പറയാം, അതും. പിന്നെ ഇതാ നമ്മൾ ടോപ്പ് കളക്ഷൻസ്, അതും ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് തന്നെ ഉണ്ട് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഇങ്ങനത്തെ വേറെ വെറൈറ്റി ടോപ്പുകൾ. പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. നല്ല രസമുണ്ട് കേട്ടോ, വൈറ്റൊക്കെ കാണാൻ, വൈറ്റ് ആ പിസ്ത കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര റേറ്റും ഇല്ല കേട്ടോ, നമുക്കൊരു 1000-ൻ്റെ ചോടെ ഒക്കെയാണ് അധികത്തിനും വരുന്നത്. പിന്നെ ഇത് ഈ ബ്ലാക്കും നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്ലീവൊക്കെ നല്ല ഫുൾ സ്ലീവായിട്ട് നല്ല നല്ല എലഗൻറ്റ് ലുക്ക് ഉണ്ട് അതിന് കേട്ടോ. ജീൻസിൻ്റെ കൂടെയോ അല്ലാതെയോ ആങ്കിൾ ലെങ്ത്തിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കളക്ഷൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കണ്ടോ, നല്ല രസമില്ല അതിൻ്റെ ആ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രസ്സ് തന്നെ അൽഹംദുലില്ലാഹ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ടെൻഷനാണ് കേട്ടോ ശരിക്കും. റഫീഖ പറയും നേരത്തെ പോയിട്ട് നിൻ്റെത് എടുക്കുമെന്ന് പറയും കേട്ടോ. റഫീഖക്ക് നേരത്തെ പോകണം, നോമ്പിൻ്റെ മുമ്പ് പോയാൽ അത്രയും സന്തോഷമാണ്. എൻ്റെത് വേഗം എടുക്കാൻ വേണ്ടി പറയും. പിന്നെ വാക്കുള്ളൂ റഫീഖക്കുള്ളതൊക്കെ ഞാൻ പിന്നെയാണ് കേട്ടോ പോവുക. കാരണം അതൊക്കെ എന്തായാലും കിട്ടുമല്ലോ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളത് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടതായിരിക്കും, ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടതായിരിക്കില്ല. പക്ഷേ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടണ്ടേ, എന്തെങ്കിലും ഒന്നും എടുത്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നോട് നേരത്തെ എടുക്കാൻ വേണ്ടിയിട്ട് പറയലുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് നേരത്തെ എടുത്ത് വെക്കലുണ്ട്. ഇതിപ്പോൾ എന്നിട്ടും റഫീഖ ഇപ്പോൾ ഒരു 1-2 ആഴ്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും സമയം ഉണ്ടാക്കി പോയിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അന്നത്തെ ദിവസമാണ് എനിക്ക് സമയം കിട്ടിയത് കേട്ടോ. പിന്നെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മൈൻഡ് ഫ്രീ ആയിട്ട് ആണ് ഞാൻ പോയിട്ട് എടുത്തത് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ ഈദ് ഡ്രസ്സ് ഞാൻ ഈദിൻ്റെ അന്ന് കാണിച്ചു തരാം കേട്ടോ, അതല്ല അതിൻ്റെ ഒരു. അപ്പോൾ അതിന് ശേഷം ഞാനും ഏട്ടത്തിയും മോളും മക്കളും ഹവ്വയും താനും എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നോമ്പ് തുറയാണ് വെങ്ങപ്പള്ളി, അപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവർക്കും മുഹമ്മദിനും ഹവ്വക്കും താനും അവർക്കെല്ലാം ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, ഏട്ടത്തിക്കും ഒക്കെ. അപ്പോൾ അവർക്കുള്ളതും എടുത്ത് ഉപ്പാക്കും ഉമ്മാക്കുള്ളതൊക്കെ എടുത്ത് നമ്മൾ വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതാ ഉപ്പാക്കും മക്കളുടെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. വാവക്കുള്ള ഡ്രസ്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം തന്നെ ഉമ്മക്ക് എടുത്ത കൂട്ടത്തിൽ തന്നെ വാവക്കുള്ളതും അന്നത്തെ ദിവസം എടുക്കുകയാണ് ചെയ്തത്. ഇനി റഫീഖക്കുള്ള ഡ്രസ്സും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. അതും ഞാൻ തന്നെയാണ് പോവുക എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ 2 ആളും കൂടെ പോകും, ഇല്ലെങ്കിൽ ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പോകും. ഇനിയിപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ സമയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അത് ഇനിയിപ്പോൾ ലാസ്റ്റിലായാലും കുഴപ്പമില്ല കേട്ടോ. ആണുങ്ങൾ അങ്ങനെ തന്നെയല്ലേ, എത്ര നേരത്തെ എടുക്കാൻ പറഞ്ഞാലും എടുക്കൂല കേട്ടോ. ആ ലാസ്റ്റ് വെച്ചിട്ട് എന്തോ പെരുന്നാളിന് 2 ദിവസം മുമ്പ് എടുക്കുന്നതാണ് കേട്ടോ. റഫീഖൊക്കെ ഇഷ്ടം അങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയില്ല, അവർക്കുള്ള കളക്ഷൻസ് ഇനി ലാസ്റ്റാണോ വരിക എന്നറിയില്ല കേട്ടോ. അത് ലാസ്റ്റിലേ പോയിട്ട് എടുക്കുകയുള്ളൂ. അതുവരെ ആ ഒരു ഓർമ്മയേ ഉണ്ടാവില്ല, എടുക്കേണ്ട ആളേ ഇരിക്കുമല്ലോ കേട്ടോ. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴൊന്നും പിന്നെ എന്തായാലും എടുക്കുമല്ലോ അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇത് ഉമ്മാക്ക് നൈറ്റി കേട്ടോ എടുത്തിട്ടുള്ളത്. നൈറ്റിയും ഷാളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വാവക്കുള്ളത് എടുത്തിട്ട് ഞാൻ ടൗണിൽ വെച്ചോട്ടാ. ഇനി അത് റഫീഖ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വാവനെ കൂട്ടാൻ വേണ്ടിയിട്ട്, ചിലപ്പം വാവ വരും, ഇല്ലെങ്കിൽ വരില്ല. അപ്പോൾ വാവനെ കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവും. എന്നിട്ട് അപ്പോൾ വാവൻ്റെ ഡ്രസ്സ് വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അതിന് ഇങ്ങോട്ട് ഏറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. സ്റ്റാച്ചുവാ മുഹമ്മദ് സ്റ്റാച്ചു. മുഹമ്മദ് സ്റ്റാച്ചു.
കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അവർക്ക് എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ. മക്കളൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നല്ല കേട്ടോ. എല്ലാം നമ്മളെടുത്ത പോലെയൊന്നല്ല. അവരെല്ലാവരും ഫുള്ള് നോമ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഹവ്വ വരെ 6 7 നോമ്പായിട്ടുണ്ട് കേട്ടോ. ഒരു വാശി പോലെ കേട്ടോ നോമ്പെടുക്കാൻ. പിന്നെ ഹവ്വൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഹവ്വ നോമ്പെടുത്തിട്ട് സ്കൂളിൽ പോയിട്ടോ. സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ മുഹമ്മദിന് പൂമോളും മുഹമ്മദിന് ഫുഡ് കൊടുക്കുകയാണ്. ചോറും പരിപ്പ് കറിയും കൂടെ കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവള് പറയാന്ന്, ആ ഒരു ചോറും പരിപ്പ് കറിയും കുട്ടികൾക്കൊരു കൊതി വരുമല്ലോ, സ്കൂളിട്ട് വരുമല്ലേ. അപ്പോൾ അങ്ങനെ ആകെ ക്ഷീണമായിട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ഇന്ന് എനിക്ക് നോമ്പ് തുറക്കാൻ പരിപ്പ് കറിയും ചോറും മതി കേട്ടോ. അപ്പം മുഹമ്മദിൻ്റെ ചോറ് കൊടുക്കണത് കണ്ടിട്ട് ആ ഒരു കൊതി വന്നിട്ടാട്ടോ അത് പറഞ്ഞത്. അങ്ങനെ സ്കൂളിലേക്ക് അങ്ങനെ നോമ്പെടുത്ത് പോവലേ ഇല്ല. വീട്ടിൽ ശനി ഞായറും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും വീട്ടിൽ ഫ്രീ ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് നോമ്പ് എടുപ്പിക്കുകയല്ല, അവരെടുക്കുകയാണ് ചെയ്യുക. എത്ര വിളിച്ചിട്ടില്ലെങ്കിൽ രാവിലെ എടുപ്പിക്കണ്ടെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര കച്ചറയാണ് പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ. അതുകൊണ്ട് വീട്ടിൽ ലീവായിട്ട് ഇരിക്കുന്ന ദിവസം അങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഒന്നാമത് തനു എടുക്കുന്നതുകൊണ്ട് ഹവ്വക്ക് ഭയങ്കരത. ഓൾ എന്താണോ ചെയ്യുന്നത്, തനു എന്താ ചെയ്യുന്നത് അതൊക്കെ ചെയ്യണം എന്നാണല്ലോ. ഇളയവരെന്ത് ചെയ്യുന്നത് അതൊക്കെയാണല്ലോ, മൂത്തവരെന്ത് ചെയ്യുന്നത് അതൊക്കെയാണല്ലോ ഇളയവർക്കും ചെയ്യേണ്ടി വരിക. അങ്ങനെ തന്നെയല്ലേ സിസ്റ്റേഴ്സ് തമ്മിൽ ആ ഒരു ഇതുണ്ടാവുമല്ലോ, ഫൈറ്റ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ സ്നാക്സ് പൊരിക്കലും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒക്കെ ഒന്ന് ടേബിളിലേക്ക് ടേബിൾ ചെയ്യാണ് എല്ലാ സ്നാക്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഏകദേശം കുറച്ച് സമയം നമ്മൾ വൈകി എന്ന് പറഞ്ഞാൽ, അപ്പോൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നതിന് ശേഷം ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാൻ ഒരു 10-15 മിനിറ്റ് ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും ഒക്കെ വേറെ വേറെ വെക്കുകയാണ് കേട്ടോ. അവർക്കിവിടെ ഇങ്ങനെ നിലത്ത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് കുറേ കള്ളത്തരും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കുടിക്കുക, ഒന്നുകൊടുക്കാർക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. കാര്യം ആ ഒരു സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമല്ലോ. ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയാണോ നമുക്കറിയില്ല, എല്ലാവർക്കും ഉണ്ടാവും ചെറുപ്പത്തിൽ അങ്ങനത്തെ കുറച്ച് ഓർമ്മകളും കാര്യങ്ങളൊക്കെ. പിന്നെ മാങ്ങ കാണുമ്പോൾ ആ ഒരു സമയത്ത് കണ്ണിമാങ്ങ സീസണും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. മാങ്ങ കാണുമ്പോൾ, ചെറിയ ഒരു മുട്ടായി കാണുമ്പോൾ അതിന് വേണ്ടിയിട്ട് നോമ്പ് മുറിക്കുക. വേറൊന്നും വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് കണ്ടിട്ട് സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് നോമ്പ് മുറിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോരോ ഓർമ്മകളാണ്. ചെറുതിലാണ് കേട്ടോ, നല്ല ചെറുതിൽ. ഇവരൊക്കെ ഈ പ്രായത്തിൽ ഇത്രയും ബുദ്ധി ഇന്നത്തെ മക്കൾ ആ ഒരു പക്വതയും കാര്യങ്ങളൊന്നും അന്നത്തെ ഈ പ്രായത്തിലുള്ള മക്കൾക്ക് ഇല്ലയെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനത്തെ കുറേ കുസൃതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേബിളിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിതാ എല്ലാം റെഡിയാണ് കേട്ടോ. എല്ലാം മുന്നിൽ വെച്ചിട്ട് ഒക്കെ ഇരിക്കലാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ കുട്ടികൾ നോമ്പെറുക്കുന്ന ആ ഒരു സമയം. കുട്ടികളെ ഒരു ബേജാറും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കഴിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാഹ്, മക്കളെ നോമ്പും മക്കളെ ദുആ ഒക്കെ പഠിച്ചോ വേഗം സ്വീകരിക്കുന്നല്ലേ. നിഷ്കളങ്കരായിട്ടുള്ള മക്കളല്ലേ. മാഷാ അല്ലാഹ്. ഇതാരാ പപ്പ വന്ന് എന്തൊക്കെയോ അകത്തെല്ലാരും ഉണ്ട്. മാവനെ കുട്ടിയില്ല. പറഞ്ഞു മുഹമ്മദ് എന്താ
അങ്ങനെ നോമ്പ് തുറക്കലും നമസ്കാരം മഗ്‌രിബ് നമസ്കാരം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മെയിൻ ഫുഡിലേക്ക് കടന്നിട്ടുണ്ട്. ബിരിയാണി, ബീഫ് ബിരിയാണി ആണ് കേട്ടോ. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. ഇനിയിപ്പോൾ അതും കൂടെ കഴിക്കുക, സ്ഥലം വിടുക, അതാണ് കേട്ടോ. കാര്യം നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും സമയമാവും, 8-8:30 ആയിപ്പോവും. അപ്പോൾ പിന്നെ ഇനി തറാവി നമസ്കാരത്തിനൊക്കെ നമ്മളെ ഓരോരുത്തർക്കും പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എല്ലായിടത്തും നോമ്പ് തുറന്നാൽ ഉള്ള സ്ഥിതി ഇത് തന്നെയാണ് കേട്ടോ. ആ ഒരു സമയം വരെ കിട്ടുള്ളൂ, പിന്നെ ഒരു തിരക്കാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാനൊന്നും പിന്നെ സമയം ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് പിന്നെ ആർക്കും കഴിക്കാനും പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു നോമ്പ് തുറക്കുന്ന ആ ഒരു ജ്യൂസ്, ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ജ്യൂസാണ്. ജ്യൂസും ഫ്രൂട്ട്സും എന്തെങ്കിലും ഒരു സ്നാക്സും 1-2 കഴിക്കുമ്പോഴത്തേക്കും പിന്നെ ഒന്നും വേണ്ട. കാരണം അത്രയും നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. വെള്ളം മെയിനായിട്ട് എല്ലാവരും വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും എന്താ പറയുക, മെയിൻ ഡിഷൊന്നും ആർക്കും വേണ്ടിയല്ല. ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് എണീക്കുകയാണ് ചെയ്യുക. മര്യാദക്ക് കഴിക്കാനേ കഴിയില്ല. പിന്നെ ചൂടും, പിന്നെ തിരക്കുമാണ് ശരിക്കും. നോമ്പ് തുറക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഓട്ടമാണ് കേട്ടോ. കാര്യം തറാവിക്ക് സമയമാവോ വൈകുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീടിൻ്റെ തൊട്ട് മുന്നത്തെ നമ്മളെ നിഷാൻ്റെ വീടില്ലേ, അവിടെ വെച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുക. നമ്മളെ ഏരിയയിലെ പെണ്ണുങ്ങളെല്ലാം നമ്മളെ ഒരു 5-8 ആൾ കൂടിയിട്ട് നമ്മളവരെ വീടിൻ്റെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്നാണ് നമസ്കരിക്കൽ. അപ്പോൾ നമ്മളെ കാത്തു നിൽക്കുമല്ലേ, സമയമായി കഴിഞ്ഞാൽ നമ്മളൊരു 8:30 മാക്സിമം 8:30 ആ ഒരു സമയത്തിനുള്ളിലാണ് നിസ്കരിക്കാൻ കയറുക. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഇറങ്ങുകയാണ് കേട്ടോ. ഇനി അടുത്തിനെയും മക്കളെയൊക്കെ ചുണ്ടയിൽ കൊണ്ടാക്കിയിട്ട് അതിലൂടെയാണ് നമ്മൾ കൽപ്പറ്റയ്ക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് ഡ്രസ്സ് എടുക്കാൻ പോക്കും നോമ്പ് തുറയും കാര്യങ്ങളും എല്ലാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് റെസിപ്പീസും ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പുതിയ വ്യൂവേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും ക്ലീനിങ് വീഡിയോസും പാർട്ടി മെനു അങ്ങനത്തെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് വീഡിയോയും ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.